എന്നാൽ ചില സ്ഥലങ്ങളിൽ റെയിൽവേ തന്നെ നേരിട്ട് അടിപ്പാത നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എലത്തൂരിൽ നിങ്ങൾ കാണുന്ന അടിപ്പാത എന്ന് പറയുന്നത് റെയിൽവേ നേരിട്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഫണ്ടിങ് മുഴുവൻ റെയിൽവേയാണ്. കൊയിലാണ്ടിക്കാർ ഇപ്പോൾ വളരെ കാലമായി ആവശ്യം ഉന്നയിക്കുകയാണ്. അവിടെ കൊയിലാണ്ടി നേരത്തെ ഉണ്ടായിരുന്ന ഗേറ്റ്, ആ കിഴക്കോട്ടോട് സഞ്ചരിക്കുന്ന മുത്താമ്പി റോഡിലേക്ക് സഞ്ചരിക്കുന്ന ഗേറ്റെല്ലാം അടച്ചിട്ടാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. അവിടെ ഒരു അടിപ്പാത വേണം. അതും അവരുന്നയിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലല്ല, റെയിൽവേയുടെ കീഴിൽ. റെയിൽവേ പണമെടുത്ത് ചെയ്യാം. നമ്മൾ 5 മേൽപ്പാലങ്ങളാണ് റെയിൽവേ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. റെയിൽവേ അല്ല അതിൻ്റെ ഫണ്ടിങ്, അത് കിഡ്ബിയിൽ നിന്നാണ് ഫണ്ട് ചെയ്യുന്നത്. പക്ഷേ അനുമതിയുണ്ട്. പക്ഷെ ബഡ്ജറ്റിൽ അവർ 5 ലക്ഷം രൂപ മിനിമം വെച്ചിട്ടുണ്ട്. മുജുകുന്ന് മേൽപ്പാലം, നെല്ലിയാടി മേൽപ്പാലം. ഒറ്റക്കെട്ടായി ഒരൊറ്റ മനസ്സായി പ്രതിഷേധിക്കുകയും പ്രവൃത്തി തടയുകയും ചെയ്യുമെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. റെയിൽവേ നിലവിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളൊക്കെ അടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വള്ളർക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ഇപ്പോൾ പൊളിച്ചു കഴിഞ്ഞു. അവിടെ റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ നന്ദിയിലുള്ള ആളുകൾ തൊട്ടപ്പുറത്തേക്ക് പോകാൻ വേണ്ടിക്കൊണ്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള നമ്മുടെ ഈ ലൈറ്റ് ഹൗസ് റോഡിൻ്റെ ഗേറ്റ് കടന്നു പോകുന്ന വഴി, അതുപോലെ തന്നെ ഈ ബാങ്കിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി എല്ലാം പൊളിച്ചു മാറ്റാൻ സംബന്ധിച്ച് യാതൊരുവിധ മുന്നറിയിപ്പുമില്ല. ഒരു സുപ്രഭാതത്തിൽ വന്ന് കുറേ ആളുകൾ വന്നങ്ങോട്ട് പൊളിക്കുകയാണ്. ഇതെന്താണ് പൊളിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ റെയിൽവേയിലെ ആളുകളാണ്, മേലെ നിന്നുള്ള നിർദ്ദേശമാണ്, ഇത് പൊളിച്ചു മാറ്റും. നിങ്ങൾ തടയാൻ വന്നാൽ നിങ്ങൾ ഒലവക്കോട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ കോയമ്പത്തൂർ പോകേണ്ടി വരും എന്നുള്ള രൂപത്തിൽ ജനങ്ങളെ ആകെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനം നടത്തിക്കളയാമെന്നാണ് ഇവർ ധരിച്ചിരുന്നത്. പക്ഷേ ഇവിടുത്തെ ജനപ്രതിനിധികൾ പറഞ്ഞു, ഞങ്ങൾ ഒലവക്കോടല്ല, ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് പോകാനും തയ്യാറാണ്, പക്ഷേ ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അപ്പം അങ്ങനെ താൽക്കാലികമായി ഈ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് അവർ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് റെയിൽവേയുമായി ബന്ധപ്പെട്ട അപകടങ്ങളുടെ ഭാഗമായിട്ടാണെന്നാണ് ഇന്നൊരു പത്രക്കുറിപ്പ് റെയിൽവേയുടേതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ജനകീയ പ്രക്ഷോഭം വ്യാപകമായി വന്നതിന് ശേഷം റെയിൽവേ ക്രോസ് ചെയ്യുന്ന ഭാഗമായി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആളുകൾ മരിക്കുന്നുണ്ട്, പശുക്കൾ ട്രെയിൻ തട്ടി മരണപ്പെടുന്നുണ്ട് എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്. പക്ഷേ അപകടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം ഇതപ്പാടെ അങ്ങ് അടച്ചുപൂട്ടിക്കളയാമെന്നുള്ള ധാരണയാണെങ്കിൽ നടക്കില്ല. അപകടങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അപകട മരണങ്ങളല്ല മറ്റു പല രീതിയിലുള്ള പഠന കേന്ദ്രം, കോലിക്കൽ UP സ്കൂൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ലൈറ്റ് ഹൗസിലെത്തുന്ന വിനോദ സഞ്ചാരികൾ എന്നിവർക്ക് ഇവിടങ്ങളിൽ എത്തിച്ചേരാനുള്ള മാർഗം റെയിൽവേ മുറിച്ചു കടക്കുകയല്ലാതെ വേറെ വഴിയില്ല. റെയിൽവേ പാലത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് തങ്ങളുടെ ജീവിതത്തിന് നിത്യോപയോഗ സാധനങ്ങളും വീട്ടു സാധനങ്ങൾ എന്നിവ ഭാഗത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ആശുപത്രികൾ, മൂടാടി വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, അക്ഷയ കേന്ദ്രം, ചിങ്ങപുരം CKG സ്കൂൾ, സത്യസായി വിദ്യാപീഠം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഞങ്ങൾ ആശ്രയിക്കുന്നത് ഈ റെയിൽവേ വഴിയാണ്. അതുകൊണ്ട് റെയിൽവേ ജനകീയ ഐക്യം സിന്ദാബാദ്.